നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ഓമല്ലൂരിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അച്ഛൻ കോവിലാറിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളനാട് തെരുവുനായ ആക്രമണം. സ്കൂൾ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കൊല്ലത്ത് 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. വിശദമായ അന്വേഷണം ആരംഭിച്ച് പോലീസ്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർ ദുരിതത്തിൽ. തിരിച്ചടിയായത് ഉൽപാദനക്കുറവും വൻകിട വ്യാപാരികളുടെ ഇടപെടലും. ആവശ്യക്കാരില്ലാതായതോടെ വടകരയിലെ കൈതോലപ്പായ മേഖല പ്രതിസന്ധിയിൽ. പാലക്കാട് ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രി വ്യാപാരത്തിനെതിരെ ജനകീയ പ്രതിഷേധം. അശാസ്ത്രീയ വേസ്റ്റ് സംസ്കരണം കടുത്ത പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്ന ആശങ്ക. മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ. ഗുരുവായൂരിൽ ഇന്ന് നടന്നത് വിവാഹ മാമാങ്കം. 256 വിവാഹങ്ങൾ ഇന്ന് നടന്നു. ദർശനത്തിനെത്തിയവർക്ക് പ്രത്യേക ക്രമീകരണമൊരുക്കി ദേവസ്വം. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ഓമല്ലൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാനിറങ്ങിയ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ശശിനാരായണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ 2 വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിചയക്കുറവാണോ? അതില്ല, വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ അച്ചൻകോലാറ്റിൽ കുളിക്കാനെത്തിയത്. തൊട്ടടുത്ത ടെറസിൽ കളി കഴിഞ്ഞതിന് ശേഷം ഇവര് 5 പേരാണ് അച്ചൻകോലാറ്റിൽ എത്തിയത്. അവിടെ ഒരാൾ കരക്കിരിക്കുകയും ബാക്കി 4 പേര് പുഴയിലിറങ്ങി കുളിക്കാനിറങ്ങുകയും ചെയ്തു. അങ്ങനെ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞത്. അതിൽ ശ്രീശരൻ, ഇലവന്തിട്ട സ്വദേശി ശ്രീശരൻ, ചീക്ലാൽ സ്വദേശി ഏബൽ എന്നിവരാണ് മരിച്ചത്. ഇവർ 5 പേരും ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. എന്തായാലും ഈ കുളിക്കാനിറങ്ങിയ കൂട്ടത്തിൽ കയത്തിലകപ്പെടുകയായിരുന്നു ഇവർ. പിന്നെ രക്ഷപ്പെടുത്താൻ കുട്ടികൾ വിളിച്ച് ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ആ അപകടത്തിൽപ്പെട്ട 2 പേരും തൽക്ഷണം മരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. എന്തായാലും അശ്രദ്ധ, ഇവർക്ക് നീന്താൻ അറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ കുളിക്കാനിറങ്ങിയ കൂട്ടത്തിലാണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ കയത്തിലകപ്പെട്ട് 2 കുട്ടികളും മരിക്കാനിടയായത്. നാട്ടുകാരുടെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഉടൻ തന്നെ എത്തി കുട്ടികളെ പുറത്തെടുത്ത് എങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് അവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇലവന്തിട്ട സ്വദേശി ശ്രീശരൻ, ചീക്ലാൽ സ്വദേശി ഏബൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ 5 വിദ്യാർത്ഥികളും ഒരുമിച്ച് തന്നെയായിരുന്നു പോയിരുന്നത്. ഇതില് മറ്റു 3 വിദ്യാർത്ഥികൾ എന്തായിരുന്നു? ഇവർ പുറത്തു നിൽക്കുകയായിരുന്നോ? അതിൽ 5 പേരാണ് കുളിക്കാനെത്തിയത്. 4 പേര് കുളിക്കാൻ ആറ്റിലിറങ്ങി, ഒരാൾ കരക്കിരിക്കുകയായിരുന്നു. ആ 4 പേര് കുളിക്കാനിറങ്ങിയ കൂട്ടത്തിലാണ് 2 പേര് അബദ്ധത്തിൽ കയത്തിലകപ്പെടുകയായിരുന്നു. അവിടെ ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമം ഇവർക്ക് നടത്താൻ കഴിയാതെ, കാരണം പെട്ടെന്നുള്ള സംഭവമായി തന്നെ കുട്ടികൾ ഭയന്ന് നിലവിളിക്കുകയായിരുന്നു. ഉടൻ തന്നെയാണ് നാട്ടുകാർ എത്തുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ പുറത്തിറക്കുമ്പോഴത്തേക്ക് കുട്ടികൾ മരിച്ചിരുന്നു. അതിനുശേഷം പിന്നെ അവര് അവിടെ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റുന്ന സാഹചര്യമായുണ്ട്. എന്തായാലും ഇവര് 4 മണിയോടുകൂടിയാണ് 3-3:30 കൂടിയൊക്കെയാണ് ഇവര് ടർഫിൽ കളിച്ചതിന് ശേഷമാണ് ഈ കുളിക്കാനായി ആറ്റിൽ എത്തിയത്. എന്തായാലും അപകടമുള്ള ഒരു സ്ഥലമാണ്, ആഴമുള്ള സ്ഥലമാണ്. അത്തരത്തിൽ അബദ്ധത്തിൽ ഈ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറ്റിയതാണ്. എന്തായാലും 4 പേരിറങ്ങിയിലൂടെ 2 പേരാണ് ഇത്തരത്തിൽ കയത്തിലകപ്പെട്ട് മരണപ്പെട്ടത്. ശശിനാരായണൻ, ഇത്തരത്തിൽ സ്ഥിരമായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണോ ഇത്? അതില്ല, ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായി ഇവിടെ ഈ അടുത്ത സമയത്ത് കുട്ടികളൊക്കെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ ആറ്റിൽ വെള്ളം ഉള്ള സ്ഥലമാണ്, ആഴമുള്ള സ്ഥലമാണ്. പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ ആഴമുള്ള പ്രദേശമാണ്. ഈ കുട്ടികൾ ഇത്തരത്തിൽ കുളിക്കാനെത്തുന്ന സമയത്ത് അബദ്ധത്തിൽ ഈ കയത്തിൽ പെടുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നാട്ടുകാരും അറിഞ്ഞുകൊണ്ട് തന്നെ, നാട്ടുകാരോ അല്ലെങ്കിൽ പരിസരവാസികളോ പറഞ്ഞാലൊന്നും സ്വാഭാവികമായിട്ട് കുട്ടികൾ അനുസരിക്കാത്ത സാഹചര്യമുണ്ട്. കുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിക്കാനൊരു സാഹചര്യത്തിലേക്ക് മാറും. പിന്നീട് ഇവർ കയത്തിൽ അകപ്പെടുന്നതാണ് ഉണ്ടാവുന്നത്. എന്തായാലും
ആഴമേറിയ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും അറ്റകുലാറ്റിന്റെ ഭാഗമുണ്ട്. അത് പുറത്തു വരുന്ന കുട്ടികൾക്ക് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല. സ്വാഭാവികവും അവർ കുളിക്കാനിറങ്ങുന്ന സമയത്തിൽ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും ഈ 5 പേര് വന്ന കൂട്ടത്തിൽ 4 പേരാണ് കുളിക്കാനിറങ്ങിയത്. ഒരാൾ കരയ്ക്കിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പരിസരവാസികൾ പറഞ്ഞത്. 4 പേരാണ് കുളിക്കാനിറങ്ങിയത്. അതിൽ 2 പേര് അബദ്ധത്തിൽ ഈ കയത്തിൽ പെടുകയും ബാക്കിയുള്ള 2 കുട്ടികൾ നിലവിളിക്കുകയൊക്കെ ചെയ്തതിന്റെ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. പക്ഷേ എന്നാലും ആഴങ്ങളിലേക്ക് കുട്ടികൾ പോയി മരണപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് പിന്നെ 2 പേരുടെയും മൃതദേഹങ്ങൾ മുങ്ങിത്തട്ടി എടുക്കേണ്ട ഒരു സാഹചര്യം മുങ്ങിയെടുത്തത്. അതിനുശേഷം 2 പേരുടെയും മൃതദേഹം പത്തനംതിട്ട ജില്ലാസിലേക്ക് മാറ്റിയിട്ടുണ്ട്, മോർച്ചറിലേക്ക് മാറ്റിയിട്ടില്ല. പത്തനംതിട്ട ഓമല്ലൂരിലാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചത്. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. പുഴയിൽ കുളിക്കാനിറങ്ങിയ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംഘത്തിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നതിൽ അതിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞത്. വിവരങ്ങൾ നൽകിയത് ശശിനാരായണൻ. മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ ആലപ്പുഴ സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. അപകടം ഒഴിവാക്കാൻ വെട്ടിച്ച KSRTC ബസ് മതിലിലിടിച്ചു. പത്തനംതിട്ട വാര്യാപുരത്തിന് സമീപം ചിറക്കാലയിലാണ് അപകടമുണ്ടായത്. കൊല്ലം സ്വദേശിയായ 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പിന്നെ ശരിക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ്. ജനുവരി 13-നാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അറസ്റ്റുകയും ചെയ്തു. കുട്ടി ഈ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരന് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോലീസ് ഇടപെടുകയും 5 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇതിൽ 3 കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിനകത്ത് പുറത്തു വരുന്നത്. കൊല്ലം സ്വദേശിയായ 16-കാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് വിനീഷ് കുമാർ. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെള്ളനാട് തെരുവ് നായയുടെ ആക്രമണം രൂക്ഷമാണ്. സ്കൂൾ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. വെള്ളനാട് ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി തെരുവുനായയുടെ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റു. വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കമ്പനിമുക്ക് സൗപർണികയിൽ അഭിനവ്, വെള്ളനാട് കൊളക്കോട് രോഹിണി ഭവനിൽ യമുന, വാളിയറ രേണുക ഭവനിൽ ശ്രീകല, വെള്ളനാട് കണ്ണീർവിള കോയ്ക്കു വീട്ടിൽ ശ്രീവിദ്യ എന്നിവർക്കാണ് കടിയേറ്റത്. വെള്ളനാട്ടിൽ പണിക്കെത്തിയ വിതുര സ്വദേശി റമീസ് തലനാരിഴക്കാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് ഒരാൾക്ക് കാലിനും പരിക്കേറ്റു. എല്ലാവരും വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടി. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വെള്ളനാട്ടിൽ നായയുടെ ആക്രമണമുണ്ടായത്. നായയെ പിന്തുടർന്ന നാട്ടുകാർ പേപ്പട്ടിയാവാമെന്ന സംശയത്തിൽ പമ്മത്തുമൂലയിൽ വെച്ച് നായയെ അടിച്ചു കൊന്നു. ന്യൂസ് 18 വെള്ളനാട്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും നിരാശയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ശരാശരി വില 3000 കടന്നിട്ടും അതിന്റെ ഗുണം കർഷകർക്ക് പ്രയോജനപ്പെടുത്താനാകുന്നില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഉൽപാദനത്തിലുണ്ടായ കുറവും പ്രതിസന്ധിയായി.
ഉൽപാദനവും ലേലകേന്ദ്രത്തിൽ വിൽപ്പനയും കുറഞ്ഞതോടെ 1.5 മാസത്തിനു ശേഷം ഏലം വില കിലോയ്ക്ക് വീണ്ടും 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ ഏലത്തിന് ശരാശരി വില 3196 രൂപ വരെ ലഭിച്ചു. 1.5 മാസം മുൻപ് 2 ലേലത്തിലായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാമാണ് ഉള്ളത്. ഏലക്കായുടെ സീസൺ തീർന്നു. ഈ ഒരു 1.5-2 മാസമായുള്ള ഏലക്കായ്ക്ക് ന്യായമായി ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകൻ്റെ കയ്യിൽ കായില്ലാതെ വന്നു. അപ്പോൾ കായുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലും വൻ തോട്ടക്കാരുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യാപാരികളുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് ഏലം വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണമെന്ന് കർഷകർ പറയുന്നു. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുവെന്ന് കർഷകർ പറയുന്നു. ഏലക്ക ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈ ലേലം വിളിക്കുന്ന ആളുകൾ അവരൊത്തുകൊണ്ട് ലേലത്തിലെ വിലയിടിക്കും. വിളിച്ച ഗുണനിലവാരം ഇല്ലാത്ത വലിപ്പം കുറഞ്ഞ ഏലക്ക വീണ്ടും വീണ്ടും ലേലത്തിൽ കൊണ്ടുവച്ച് വിലയിടിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ കീടനാശിനി വളപ്രയോഗം ഇതിനൊക്കെയും വില കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് വില ലഭിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്ന ശരാശരി വില നവംബറിലാണ് 3000 തൊട്ടത്. പിന്നീട് 1.5 മാസത്തോളം വില ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് വീണ്ടും 3000 കടന്നത്. ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലയ്ക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുക. ന്യൂസ് 18 ഇടുക്കി. ആവശ്യക്കാരില്ലാതായതോടെ പ്രതിസന്ധിയിലാണ് കൈതോലപ്പായ നിർമ്മാണ മേഖല. വരുമാനം കൂടി ഇല്ലാതായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് തൊഴിലാളികൾ. ഒരു കാലത്ത് വീടുകളിൽ ഒഴിച്ചുകൂടാനാകാത്തതായിരുന്നു കൈതോലപ്പായകൾ. ഇരിപ്പിടമായും കിടക്കയായും വിളകൾ ഉണക്കാനുമൊക്കെ ഉപയോഗിച്ചു. പാടവരമ്പിലും തോട്ടിൻകരയിലുമൊക്കെ സുലഭമായിരുന്നു കൈതോലകൾ. ഇവ ഉണക്കി മെടഞ്ഞാണ് പായകൾ ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിയിരുന്നു ഈ മേഖല. സ്ത്രീകളായിരുന്നു കൂടുതലും ഈ രംഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ മേഖലയ്ക്ക് പഴയ പ്രതാപമില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവും പൂർണ്ണമായും ആളുകൾ കട്ടിലും കിടക്കയും ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് തിരിച്ചടിയായത്. കൈതോലപ്പായ നിർമ്മാണം ഉപജീവനമായി കണ്ടവരും ചുരുങ്ങി. കൈത വെട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മുള്ളു പോക്കി വേൽത്തിട്ടിട്ട് അടന്ന് ഉണങ്ങിയിട്ട് വാരിക്കൊണ്ടുവന്നിട്ട് പിന്നെ 2 മുള്ളു പോക്കാനുണ്ട്. അതും പോക്കിയിട്ട് ഞങ്ങൾ പായ തീർക്കും. പായ തീർത്ത് ഞങ്ങൾ പയ്യോളി കൊണ്ടുപോകും, അല്ലെ വടകര കൊണ്ടുപോകും. അതിന് 300-200 കിട്ടും. അതിനെ കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം. പഴയകാല ചന്തകളായിരുന്നു പ്രധാന മാർക്കറ്റ്. ചന്തകൾ ചുരുങ്ങിയതോടെ കടകളിൽ മാത്രമായി സ്ഥാനം. പുതുതലമുറ ഈ തൊഴിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ദിവസം ഇരുന്നാൽ ഒരു പായ മെടയാം. എന്നാൽ അതിനുള്ള കൂലി കിട്ടാത്തതും ഈ രംഗം ഉപേക്ഷിക്കാൻ കാരണമായി. ന്യൂസ് 18 വടകര. ഗുരുവായൂർ കണ്ണനു മുന്നിൽ നിന്ന് നടന്നത് 256 വിവാഹങ്ങളാണ്. വിവാഹ മാമാങ്കം കണക്കിലെടുത്ത് ദർശനത്തിനും ചടങ്ങുകൾക്കും ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴിയാണ് നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ശയന പ്രദക്ഷിണം അനുവദിച്ചില്ല. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ നിവാസികൾക്കൊരു ആശ്വാസ വാർത്തയുണ്ട്. ഇവിടത്തുകാർ വർഷങ്ങളായി നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. വർഷങ്ങളായി നടുവൊടിഞ്ഞാണ് മ്ലാമല തേങ്ങാക്കൽ നിവാസികളുടെ യാത്ര. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര വലിയ പ്രയാസമായിരുന്നു. ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് നടത്താനും മടിച്ചു. നാട്ടുകാർ പലവട്ടം പരാതി പറഞ്ഞു. എന്നാൽ ഇനി ഈ അവസ്ഥയുണ്ടാകില്ലെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. തകർന്ന റോഡ് നന്നാക്കാൻ നടപടി തുടങ്ങിയിരിക്കുകയാണ്. 7 കിലോമീറ്റർ ദൂരമാണ് ഉടൻ നിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഈ മാസം 27-ന് നിർമ്മാണം തുടങ്ങുമെന്ന് വാഴൂർ സോമൻ MLA. തേങ്ങാക്കൽ ഭാഗത്തെത്തുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 110 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 റീച്ചിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലാദ്യത്തെ റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവർത്തനം
വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് മാമല നാലുകണ്ടത്തിൽ വെച്ച് നടക്കുകയാണ്. 4 കോടിയോളം രൂപ ചെലവിട്ടാണ് നവീകരണം. റോഡ് നന്നാക്കുമെന്ന ഉറപ്പ് കിട്ടിയതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രവ്യാപാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അശാസ്ത്രീയമായ ഈ വേസ്റ്റ് സംസ്കരണം കടുത്ത പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് തന്നെ വലിയ തോതിൽ ആക്രി വ്യാപാരം നടക്കുന്ന ഇടമാണ് ഓങ്ങല്ലൂർ. കാരക്കാട് കൊണ്ടൂർക്കര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന വ്യവസായം. ഇതിൽ കൊണ്ടൂർക്കരയിലെ ആക്രി വ്യാപാര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 18, 19 വാർഡുകളിലായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ഈ വേസ്റ്റ് മാനദണ്ഡം പാലിക്കാതെ സംസ്കരിക്കുന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ജനകീയ സമിതി മാർച്ചും നടത്തി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയ്ക്ക് സമീപമുള്ള അനധികൃത മാലിന്യ സംസ്കരണം കടുത്ത പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം. അനധികൃത ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഓങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. പരമാവധി വ്യവസായങ്ങൾ ആകർഷിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമാണ് 3 നിലകളിലായി 51,715 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കിൻഫ്ര കൺവെൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. 650-ലധികം പേർക്ക് ഇരിക്കാവുന്ന എയർ കണ്ടീഷണർ കൺവെൻഷൻ ഹാളും 100 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാളും ഉൾപ്പെടുന്നതാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ. ഇതിനു പുറമെ ഡൈനിങ് ഹാൾ, അടുക്കള, VIP അതിഥിമുറി, VIP ലോഞ്ച്, ബോർഡ് റൂം എന്നീ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇതിപ്പോ നല്ല ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ് കിൻഫ്ര നിർമ്മിച്ചിട്ടുള്ളത്. ഈ 640 പേർക്കിരിക്കാവുന്ന ഹോളുണ്ട്. കൂടാതെ താഴെ ഞങ്ങൾ കാണുകയുണ്ടായി 100 പേർക്ക് ഇരിക്കാവുന്ന, വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിരിക്കുക, സ്പേഷ്യസ് ആയിട്ടാണ് സീറ്റ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഹോളുണ്ട്. 300-ലധികം പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാവുന്ന താഴെയുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ലോഞ്ച് മുറികളും നല്ല സൗകര്യമുണ്ട്. അവിടെ എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ ഇവിടെയും രണ്ടും ഒന്നിച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അന്താരാഷ്ട്ര പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ എന്നിവ പൂർണ്ണമായി ഒരേ കേന്ദ്രത്തിൽ നടത്താനാകുമെന്നതാണ് പ്രത്യേകത. ഉൽപ്പന്നങ്ങളും സേവന സൗകര്യങ്ങളും പ്രദർശിപ്പിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും കേന്ദ്രം സഹായകരമാകും. ന്യൂസ് 18 കൊച്ചി. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് മഴയെത്തുന്നു. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഡ്രോൺ സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി NIT സംഘം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. NIT പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് വിലങ്ങാട് പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രോൺ ഇമേജിനേഷൻ കമ്പനിയാണ് 3D സർവേ പൂർത്തീകരിച്ചത്. 2 ആഴ്ചയോളം NIT ടീം മേഖലയിൽ പഠനം നടത്തിയിരുന്നു. ഉരുൾഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നും എത്രത്തോളം സുരക്ഷിതത്വം ഈ മേഖലകളിൽ ഉണ്ട് എന്ന കാര്യവുമാണ് NIT സംഘം പഠനവിധേയമാക്കിയത്. 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം. കുറ്റപത്രത്തിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെ 3 പ്രതികളാണുള്ളത്. അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് മറ്റു പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻ രജിസ്ട്രാർ
രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദുരന്തം നടന്ന് 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ നടന്ന കുട്ടികളുടെ ചിത്രരചനാ മത്സരം വേറിട്ടതായി. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായാണ് മത്സരം നടന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കൊട്ടാരക്കര താലൂക്ക് പരിധിയിലെ സ്കൂളുകളിൽ നിന്നുള്ളവരായിരുന്നു മത്സരാർത്ഥികൾ. 60-ലേറെ പേർ പങ്കെടുത്തു. രചനാ മത്സരത്തോടൊപ്പം ഉപന്യാസ രചനാ മത്സരങ്ങളും ദേശഭക്തി ഗാനാലാപന മത്സരങ്ങളും നടന്നു. റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മന്ത്രി ചിഞ്ചുറാണി വിജയികൾക്ക് സമ്മാനം നൽകും. കൊട്ടാരക്കരയിലെ റിപ്പബ്ലിക് ദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. ന്യൂസ് 18 കൊട്ടാരക്കര. കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷനായി. എറണാകുളം പല്ലാരിമംഗലം സ്റ്റേഡിയം നവീകരണം ഉടൻ പൂർത്തിയാകും. ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ കായിക വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്റ്റേഡിയം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗാലറി, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രൈനേജ്, റീടൈനിംഗ് വാൾ, ഫെൻസിംഗ്, ഫ്ലഡ് ലൈറ്റ്, അനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ എന്നീ പ്രവൃത്തികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗം വന്നാൽ ചികിത്സിക്കുക പതിവാണ്. എന്നാൽ വൃക്ഷങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സ അപൂർവമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചികിത്സ തേടുകയാണ് പത്തനംതിട്ട വള്ളിക്കോട് തൃപ്പാര മഹാദേവ ക്ഷേത്രത്തിലെ കൂവളവൃക്ഷം. വള്ളിക്കോട് തൃപ്പാറ മഹാദേവ ക്ഷേത്രത്തിലെ കൂവളവൃക്ഷത്തിനാണ് ചികിത്സ. വൃക്ഷചികിത്സയിൽ പ്രസിദ്ധനായ കോട്ടയം വാഴൂർ സ്വദേശി ബിനുവാണ് നേതൃത്വം നൽകുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കൂവളത്തിന്റെ കേടുവന്ന ഭാഗം മുറിച്ചു മാറ്റാതെയാണ് വൃക്ഷചികിത്സയിലൂടെ ഭേദമാക്കുക. ഇതോടെ വൃക്ഷം പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് ബിനു പറയുന്നത്. അരിപ്പൊടി, മണ്ണ്, തേൻ, രാമച്ചം, കദളിപ്പഴം ഉൾപ്പെടെ 21 കൂട്ടുമരുന്നുകളാണ് വൃക്ഷചികിത്സയ്ക്കായി ഉപയോഗിച്ചത്. പുരാതന കാലത്ത് മനുഷ്യനും മൃഗങ്ങൾക്കും ചികിത്സ നൽകുന്ന പോലെ വൃക്ഷങ്ങൾക്കും ചികിത്സ നൽകുന്ന നാട്ടുവൈദ്യന്മാർ ഉണ്ടായിരുന്നതായും ബിനു പറയുന്നു. അപൂർവമായ വൃക്ഷചികിത്സ കാണാൻ നിരവധി പേരെത്തി. ക്ഷേത്ര ഉപദേശക സമിതിയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൂവളത്തിന്റെ കേടുവന്ന ഭാഗം മുറിച്ചു മാറ്റാതെ വൃക്ഷചികിത്സ നൽകണമെന്ന തീരുമാനം എടുത്തത്. കേടുവന്നാൽ മുറിച്ചു മാറ്റാതെ വൃക്ഷത്തായി സംരക്ഷിക്കുക എന്ന സന്ദേശം കൂടിയാണ് ചികിത്സയിലൂടെ ക്ഷേത്രം ഭാരവാഹികൾ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷനായി. തിരുവനന്തപുരം തമ്പാനൂരിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ. അനാഥരെന്നും കടുത്ത ദാരിദ്ര്യമാണ് നേരിടുന്നതുമെന്നുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെങ്കൽ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ കോണ്ടിബയും മുക്ത കോണ്ടിബയും തമ്പാനൂരിലെ വിനായക ഹോട്ടലിലേക്ക് തിരികെയെത്തിയത്. പിന്നീട് ഇവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. റൂം വൃത്തിയാക്കുന്നതിനായി ഹോട്ടൽ ജീവനക്കാർ രാവിലെ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ജീവനക്കാർ അകത്ത് കടക്കുകയായിരുന്നു. മുക്തയുടെ മൃതദേഹം കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലും ദത്താത്രേയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 2 ആത്മഹത്യാക്കുറിപ്പുകളും പോലീസ് മുറിക്കലിൽ നിന്ന് കണ്ടെടുത്തു. അച്ഛനും അമ്മയും ഇല്ലെന്നും അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരും പരാമർശിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആന്ന ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. അതേസമയം ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.
CPI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി CPM കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആടുകളെ നൽകി. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം EK ശിവൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CPI കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു. PK രാജേഷ്, PT ബെന്നി, MS ജോർജ്, TC ജോയ്, PM ശിവൻ, അഡ്വക്കേറ്റ് KS ജ്യോതികുമാർ, PA അനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി അപർണ കുറുപ്പ് ചേരും.